എല്ലാവർക്കും നമസ്കാരം. സർപ്പാരാധന പല ആൾക്കാർക്കും ഇന്നും പല ഭയപ്പെടലുമുള്ള പല ചോദ്യങ്ങളും മനസ്സിനെ അലട്ടുന്ന ഒരു വർഷിപ്പാണ് എപ്പോഴും നാഗ വർഷിപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും അനന്തനാഗസ്വാമി സാധന നടത്തുന്ന സമയത്ത് പലരും എൻ്റെ അരികിൽ വരുമ്പം ചോദിക്കും, ഗുരുജി നാഗാവർഷിപ്പൊക്കെ അപകടമല്ലേ? എന്നാൽ കുണ്ടലിനി സാധന, കുണ്ടലിനി മെഡിറ്റേഷൻ എന്ന് പറയുന്ന അത് കേൾക്കുമ്പം അതൊക്കെയും നാഗാവർഷിപ്പ് എന്ന് പറയുമ്പോൾ ഭയപ്പെടലുമാണ് എപ്പോഴും പലരിലും സംഭവിക്കാറുള്ളത്. ഞാൻ പറയുന്നത് പോലെ തന്നെ മനസ്സിൻ്റെ തലം കൊണ്ടല്ല ഈ ശൂന്യതയെ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്നത്. അതിന് ആ രീതിയിലുള്ള ക്രമീകരണത്തിലേക്ക് പോയാലേ സാധിക്കുള്ളൂ. അതിന് നമ്മളെക്കാട്ടിൽ ഉയർന്ന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക. നോക്കൂ, യോഗശാസ്ത്രം പറയുന്നത് നമ്മുടെ പ്രാണൻ എപ്പോഴും 7-ാം ചക്രത്തിൽ സഹസ്രാര പത്മത്തിൽ എത്തുന്ന സമയത്താണ് നമ്മുടെ ബ്രഹ്മയന്ത്ര എന്ന് പറയുന്ന ആ ഒരു പ്രവേശനം നമുക്ക് സാധിക്കുള്ളൂ. ആ ഒരു ടൈമിൽ മാത്രമേ പൂർണ്ണമായിട്ടും എന്താണ് സ്പിരിറ്റ് എന്നുള്ളത്, ആത്മാവിൻ്റെ ഗതിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, സെൽഫ് റിയലൈസേഷൻ വരത്തുള്ളൂ. അങ്ങനൊരു തലത്തിലൂടെ കടന്നു പോകാനായിട്ട് യോഗശാസ്ത്രത്തിൻ്റെ മാർഗത്തിലാണ് തന്ത്രശാസ്ത്രം എല്ലാ രീതിയിലും ക്രമീകരിച്ച് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ പ്രാണൻ, സുഷ്മയിലുള്ള പ്രാണൻ മുകളിലോട്ട് ഉയർന്ന് നട്ടലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പ്രാണൻ നട്ടലിലൂടെ ഇങ്ങനെ പൊങ്ങി വന്ന് നമ്മുടെ പൈനൽ ഗ്രന്ഥിയുടെ പുറയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ 6-ാം ചക്രത്തിലേക്ക്, ആജ്ഞയിലേക്ക് പ്രവേശനം കിട്ടുന്നത്. ഇപ്പം യോഗയൊക്കെ ധ്യാനം പരിശീലിക്കുന്നവർക്കൊക്കെ അറിയാം, നിങ്ങൾ വിരലുകൾ ഇങ്ങനെ വെക്കുമ്പം ഇവിടെ ഇങ്ങനെ വെക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരു സെൻസേഷൻ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ 3-ാം ചക്രത്തിലേക്ക്, ആജ്ഞയിലേക്ക്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു കൈകൾ വെക്കുന്ന സമയത്ത് ഈ സെൻസേഷൻ മുഴുവനും നിങ്ങളുടെ കേച്ചരി മുദ്രയായ നാക്കിൻ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ഊർജം കിട്ടുള്ളൂ. ബാക്കിയുള്ള ചക്രങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ ബന്ധനപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായി മാറാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പരിശീലിക്കേണ്ട ചക്രം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോചനം, ആ ലിബറേഷൻ നടക്കത്തുള്ളൂ നിങ്ങളിൽ. അങ്ങനെ ക്രമീകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇടയും പിങ്കളയും വേണം. എപ്പോഴും പരയായിരിക്കുന്ന, സുഷ്മയിലിരിക്കുന്ന ആദിപരാശക്തി. പക്ഷെ അത് വർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ ചക്രങ്ങൾ വെച്ച് പറയുന്നതിനെക്കാട്ടിൽ എപ്പോഴും നമുക്ക് അതിലേക്ക് അടുക്കുവാനായിട്ട് ആ ടൂൾസ് കൊണ്ടേ പറ്റുള്ളൂ. നാഗ എനർജി എന്ന് പറയുമ്പം തന്നെ ഞാൻ പറയല്ലോ, നിങ്ങളറിയാൻ നിങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടണം ഊർജ്ജം. നിങ്ങളായിട്ട് ഊർജ്ജത്തെ സ്വീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അതങ്ങനെ നടക്കുന്നതല്ല. അവിടെ മനസ്സാണ് ഊർജ്ജത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നിങ്ങളറിയാൻ നിങ്ങളുടെ ഊർജ്ജത്തെ ക്രമീകരിച്ച് പോകണമെങ്കിൽ അവിടെ നിങ്ങൾ ആ ശൂന്യതയുടെ ക്രമീകരിച്ചുള്ള സാധന ചെയ്ത്, മന്ത്രസാധന ചെയ്ത് നിങ്ങളുടെ മൂലാധാര ചക്രത്തിനെ ഉണർത്തുവാൻ മണിപ്പൂരക ചക്രത്തിനാണ് സാധിക്കുന്നത്. മന്ത്രം കൊണ്ട് കായകൽപ്പയായി നിൽക്കുന്ന മണിപ്പൂരക ചക്രം ശക്തീകരിക്കപ്പെടുന്ന സമയം മൂലാധാര ചക്രവും സ്വാധിഷ്ഠാന ചക്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കും. എന്നാൽ മാത്രമേ കുണ്ടലിനി ചൈതന്യം മുകളിലോട്ട് പൊങ്ങി നിൽക്കുള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ അറിയാതൊരു ഊർജ്ജം നിങ്ങളെയും കൊണ്ട്, നിങ്ങളുടെ ഇടയും പിങ്കളെയും സംഗമിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മയിലേക്ക് നമ്മുടെ പ്രാണനെ അടുപ്പിക്കാനായിട്ടാണ് എപ്പോഴും നാഗവർഷിപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എപ്പോഴും അനന്തനാഗസ്വാമിയുടെ സാധനയ്ക്കൊക്കെ ഞാൻ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഗുരുജി അതെന്താ നിങ്ങൾ വല്ല ഹിപ്പോയിട്ടിസമോ, എനിക്ക് ആ വാക്കുപോലും അറിയില്ല, അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്, അതെന്താ നിങ്ങൾ എന്തെങ്കിലും കൗൺസിലിംഗ് ചെയ്ത ആൾക്കാരെ അങ്ങനെ മയക്കി വീഴ്ത്തുവാണോ എന്നുള്ളതൊക്കെ. അതുപോലും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, എസ്പെഷ്യലി ഞാൻ എൻ്റെ മനസ്സുകൊണ്ടല്ല ഒന്നും ചെയ്യാറുള്ളത്. എൻ്റെ സാധനയിൽ വന്നവർക്കറിയാം. അനന്തനാഗസ്വാമി സാധനയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ മനോഭാവം അവരെ കൊണ്ട് മനസ്സിലൊന്നും ഞാൻ പറയിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെയും നിങ്ങളും എല്ലാം തന്നെ എന്ന് പറയുന്നത് ശിവനാണ്, ശിവസ്വരൂപികളാണ്. നമ്മൾ സമാധി എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ സമാധി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ശരീരത്തിനും മനസ്സിനും അപ്പുറമുള്ള ഒരു സെൽഫുമായിട്ടാണ്, ആ ഒരു കോൺഷ്യസുമായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ സമാധിയിൽ നിൽക്കുന്ന പ്രാണൻ ഒരാളെ സ്പർശിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു മയക്കം, അല്ലെങ്കിൽ കുണ്ടലിനി ചൈതന്യം ആ ഊർജ്ജത്തെ സ്വീകരിക്കുന്ന സമയത്തുണ്ടാകുന്ന അനുഭൂതിയാണ് അവർ താഴോട്ടൊക്കെ വീഴുന്നതൊക്കെ. അതാണ് പറയുന്നത് സമാധിയുടെ പ്രാധാന്യം. ഈ ജീവനിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് ഇത് സമാധിയുടെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ കോൺഷ്യസ് എന്താണെന്നുള്ളത്, ആനന്ദം എന്താണെന്നുള്ളത്, അതാണ് അനുഭവിപ്പിക്കുന്നത്. ഇതാണ് എനിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
എല്ലാ മനുഷ്യനും ഒരേ ഘടനയുടെ എല്ലാം ശിവനായിരിക്കുന്ന തിരിച്ചറിവിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുടർന്ന് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് എപ്പോഴും വന്നിട്ട് ആദ്യ സമയത്ത് ആജ്ഞയിലേക്ക് പ്രാണൻ അടുപ്പിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ജന്മം തന്നെ മോചനം വേണം, ആ ലിബറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് തന്ത്രശാസ്ത്രം. തന്ത്രയുടെ മാനത്തിൽ അതിനെ ക്രമീകരിച്ച് ഇടയും പിങ്കളയും സംഗമിച്ച് നമ്മുടെ 6 ചക്രങ്ങളിലേക്ക് ഒരു പ്രവേശനം നടത്താനായിട്ടാണ് എപ്പോഴും നാഗാവർഷിപ്പിൻ്റെ പ്രാധാന്യം. അപ്പോഴും പല ആൾക്കാരും ചോദിക്കും, ഗുരുജി ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരാൾ ഇതുപോലെ ചെയ്യുന്നു, അയാൾക്കെതിരെ എന്തെങ്കിലും ഞങ്ങൾക്കൊന്ന് ചെയ്യണം, ഞങ്ങൾക്ക് അയാൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്തതല്ലേ പറ്റുള്ളൂ. അതേപോലെ ഗുരുജി ഞങ്ങൾക്കൊന്ന് നാഗത്തിൽ നിന്നൊരു കവചം ഒരുക്കി തരണം, ഒരു പ്രൊട്ടക്ഷൻ നൽകണം, നാഗത്തിനോടൊന്ന് പറയണം പ്രാർത്ഥിക്കാനെന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം തന്നെ ഒരു തെറ്റായ ധാരണയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പല ആൾക്കാരും എന്നോട് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. പല ആൾക്കാരും വിളിച്ചിട്ട് ഓഫർ വരെ ചെയ്യും. ഞങ്ങൾക്ക് ഇതുപോലെ ഒരാളെ ഒന്ന് നശിപ്പിക്കണം, ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു തരുമോ അത് ചെയ്തു തരുമോ എന്നൊക്കെ ഉള്ളത്. അത് എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ശക്തികളൊന്നും തന്നെ അങ്ങനെയുള്ളൊരു ക്രമീകരണത്തിലൂടെ പോകുന്നതല്ല. മന്ത്രവാദം പോലുള്ള കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ അതുപോലും യോഗശാസ്ത്രവുമായിട്ട് ഒരിക്കലും യോജിക്കുന്നതല്ല. എപ്പോഴും ബ്രഹ്മമാണ്, മോചനമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. മറ്റേതൊന്നും തന്നെ ഒന്നിനെയും അടുപ്പിക്കില്ല. ഇപ്പോൾ ഒരു മന്ത്രവാദിയാവട്ടെ, ഒരു ഏത് രീതിയിലുള്ള ക്രമീകരണം മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ധ്യാനത്തിലൂടെ നിങ്ങളുടെ മുജ്ജന്മവും നിങ്ങളുടെ വരാൻ പോകുന്ന കാലഘട്ടവും ഒക്കെ പറഞ്ഞു തരുന്നതാവട്ടെ, ഇതൊന്നുമല്ല വർഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു തവണ ഞാൻ പറയുന്ന പോലെ എക്സ്റ്റസി ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നിനെയും സ്പർശിക്കില്ല. രമണ ഭഗവാൻ പറയുന്നത് പോലെ നിങ്ങൾ ചുമ്മാതിരിക്കും. ഒരു തവണ നിങ്ങൾ എക്സ്റ്റസിയെ സ്പർശിച്ചാൽ മതി. അവിടെ മുജ്ജന്മം നോക്കാൻ പോകില്ല, നിങ്ങൾ മറ്റുള്ളവർക്കെതിരെ ബ്ലാക്ക് മാജിക് ചെയ്യാൻ പോകാൻ പോകില്ല. ഇതൊന്നുമല്ല നാഗാവർഷിപ്പ്. നാഗാവർഷിപ്പിൻ്റെ അടിസ്ഥാനം ഇടയാവുന്ന നാഗരാജാവും പിങ്കളയാവുന്ന നാഗേക്ഷിയമ്മയും സുഷ്മയിലുള്ള നിങ്ങളുടെ നാദി പരാശക്തിയായ ദേവിയുടെ ഊർജ്ജത്തെ അല്ലെ ശക്തിയെ ശിവനിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഒരു ചാനൽ മാത്രമാണ് എപ്പോഴും നാഗമെന്ന് പറയുന്ന വർഷിപ്പിൻ്റെ അടിസ്ഥാനം. അത് തന്ത്രയുടെ രീതിയിൽ പല രീതിയിലും ചെയ്യും. ഇപ്പം വേറെ വർഷിപ്പിൽ നമ്മുടെ പിങ്കളയായിട്ട് വീരഭദ്രനെയും ഇടയായിട്ട് ഭദ്രകാളിയും സാധന ചെയ്തുകൊണ്ടും ക്രമീകരിച്ചു പോകും. അതിന് പകരം വാമാചാരത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായതുകൊണ്ടും എൻ്റെ പരമ്പരയുടെ ഭാഗത്തിൽ ഞാൻ നാഗാവർഷിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാണനെ സഹസാരയിലേക്ക് മോചിപ്പിച്ചുകൊണ്ട് അവിടെ എത്തുമ്പം ആ ലിബറേഷൻ നടക്കുവാനായിട്ടാണ് എപ്പോഴും നാഗാവർഷിപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അവിടെ ഒരു തരത്തിലെ ഒരു നെഗറ്റീവ് അല്ല, ഇതൊരു വേറൊരു മാർഗത്തിൻ്റെ, ഒരു മന്ത്രവാദത്തിൻ്റെ, ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതിൻ്റെ ഒന്നും ഭാഗമല്ല. യോഗശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രീതിയിൽ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ചക്രങ്ങളെല്ലാം തന്നെ ഒരു തന്ത്രശാസ്ത്രത്തിൻ്റെ ഊർജ്ജം അല്ലെ തന്ത്രയുടെ രീതിയിൽ പല ഡിവൈൻ വർഷിപ്പിലൂടെ നമുക്ക് മോചനപ്പെടുവാൻ പറ്റുമെന്ന അടിസ്ഥാനത്തിലാണ് ഋഷിമാരും യോഗികളും നമുക്ക് ആ വരദാനം നൽകിയത്. അതിനെ ക്രമീകരിച്ച് മാത്രം ചെയ്യുന്നു. എനിക്ക് വേണേൽ പേര് മാറ്റിയിട്ട് നിങ്ങളോട് പറയാം കുണ്ടലിനി സാധന. അതൊക്കെ അപകടം പിടിച്ച മാർഗ്ഗങ്ങളാണ്. പെട്ടെന്നല്ല നിങ്ങളുടെ പ്രാണൻ കയറിപ്പോകേണ്ടത്. നിങ്ങളുടെ പ്രാണൻ ക്രമീകരിച്ച് വേണം നിങ്ങൾ അവസാനം ആ ബ്രഹ്മവിദ്യയിലേക്ക് അടുക്കാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഹയർ സെൽഫിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണ ധാരണ അല്ലെങ്കിൽ ജ്ഞാനത്തോട് പോകാനായിട്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, എപ്പോഴും തന്നെ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പരിശീലിക്കാൻ നോക്കുക. എൻ്റെ പോലും ഞാൻ എപ്പോഴും യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ അരികിൽ വരുന്നവർ പല സംശയങ്ങളും ഇപ്പോഴും തീർത്തു കൊടുക്കുവാനായിട്ടുണ്ട്. ഞാൻ അതും പറയും, എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് ഞാൻ പറയും. എന്നാൽ പോലും നിങ്ങൾ എന്തെങ്കിലും കേട്ട് ഇപ്പം നിങ്ങൾക്കൊരു ശക്തി അനുഭവപ്പെട്ടു, ഒരു ദേവിയുടെ ദേവൻ്റെയോ, അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂട്യൂബിലോട്ടല്ല ഓടിപ്പോണ്ടേ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സാധന ചെയ്ത് കണ്ടെത്തുക. എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ അതാണ് എപ്പോഴും പാലിച്ചിട്ടുള്ളത്. എനിക്കൊരു ഉത്തരം തേടി ഞാൻ എങ്ങോട്ടും ഓടിയിട്ടില്ല. ഞാൻ എപ്പോഴും അതിൻ്റെ മാർഗ്ഗം എന്താണ് അതിനെ പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി ആ ടൈം കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നിങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുമ്പോഴേ നിങ്ങൾക്ക് അതിനുള്ളൊരു ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ എപ്പോഴും പറയും, നിങ്ങൾ ഗുരുവിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നോക്കിക്കോളൂ. അപ്പം നമ്മുടെ എപ്പോഴും നമുക്ക് പല ഉത്തരങ്ങളും കിട്ടാത്തതിൻ്റെ ഒരു കാര്യം കൂടി എപ്പോഴും ഒന്നും മനസ്സിലാക്കിയിരിക്കണം. നമ്മളല്ല നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ അല്ലെ നമ്മുടെ പറയല്ലേ കർമ്മം. ശിവനെന്ന് പറയുന്നത് എപ്പോഴും സ്വയം ഭൂവാണ്. അദ്ദേഹത്തിന് അച്ഛനുമില്ല അമ്മയുമില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രാരാബ്ധ കർമ്മത്തിലുള്ള ബന്ധനവുമില്ല. പക്ഷെ നമ്മളും ആ ശിവനാണ്. പക്ഷെ നമുക്ക് കുറച്ച് ബന്ധനമുണ്ട്, പേരൻറ്റിക്കൽ കർമ്മയുണ്ട്. ഈ നിങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ തന്നെ തലമുറയിലുള്ളവർ പലരുടെയും പ്രാരാബ്ധ കർമ്മങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രാരാബ്ധ കർമ്മം ഋണാനുബന്ധ
പലതും നിങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അജ്ഞാനം നമുക്ക് ജ്ഞാനത്തിലേക്കുള്ള അത് തെളിയാത്തത്. അപ്പം അവിടൊക്കെ നിന്ന് ആ ഒരു പേരൻറ്റിക്കൽ കർമ്മയിൽ നിന്നുള്ള ഒരു മോചനത്തിലോട് കൂടി നിങ്ങൾ സ്വയംഭുവായി മാറുമ്പോൾ ഒന്നും വിട്ടെറിഞ്ഞോ ഒന്നും ത്യജിച്ചോ ഒന്നുമല്ല. ഇതെല്ലാം ഒരു ശൂന്യതയുടെ നിങ്ങളാവുന്ന ശിവനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന തലങ്ങളാണ്. നിങ്ങൾ ശിവനാവുന്നത് ഒരിക്കലും റേക്കി ഹീലിംഗ് ചെയ്യാനോ മറ്റുള്ളവരുടെ മുജ്ജന്മമോ അല്ലെങ്കിൽ അവരുടെ പ്രസൻറ്റോ അല്ലെ ഫ്യൂച്ചറോ ഒന്നും പറഞ്ഞു കൊടുക്കാനല്ല നിങ്ങൾ ശിവനാവേണ്ടത്. നിങ്ങൾ ശിവനാവേണ്ടത് നിങ്ങളുടെ തന്നെ മോചനത്തിന് വേണ്ടിയാവണം. ആ ഒരു ഇൻറ്റൻഷനിൽ ശുദ്ധമായിട്ടുള്ള എപ്പോഴും ശ്രീരാമ പരമഹംസം പറയുന്ന കാര്യമുണ്ട്, ഈശ്വരനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അത്രയും ഇൻറ്റൻസീവായിട്ട് 24 മണിക്കൂർ അതിനുവേണ്ടി കരയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരീയ സാക്ഷാത്കാരം, നിങ്ങളുടെ തന്നെ ജ്ഞാനം, ആ സെൽഫ് ട്രൂത്തിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുമെന്നുള്ളത്. അപ്പം ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിനുള്ള എല്ലാ രീതിയിലുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നു ചേരും. അപ്പം എപ്പോഴും സാധനാ മാർഗത്തിലൂടെ വന്ന സാധകർ മനസ്സിലാക്കണം, നാഗ എന്ന് പറയുന്നത് പോലും ഈ മൈൻഡിൻ്റെയും ബോഡിയുടെയും അപ്പുറത്തേക്കുള്ള ഒരു ഹയർ സെൽഫാന്നുള്ളത്. നമസ്കാരം.